നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാഷ്ട്രീയരംഗം വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഭരണതുടർച്ച ലക്ഷ്യമിടുന്ന എൽഡിഎഫും അധികാരം തിരിച്ചുപിടിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യുഡിഎഫും തമ്മിലുള്ള പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം കടന്നിരിക്കുമ്പോൾ മുന്നണിക്കുള്ളിലെ ചർച്ചകളും നീക്കങ്ങളും കൂടുതൽ സജീവമാകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുന്നത്. ഫലം പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ ഭരണപരമായ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ടുവച്ച് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ലീഗ് ഇപ്പോൾ മുന്നോട്ടുവച്ചിരിക്കുന്നത്. മന്ത്രിമാർ ഏകപക്ഷീയമായി സ്റ്റാഫിനെ തിരഞ്ഞെടുക്കരുതെന്നും അതിനുമുമ്പ് മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും അഭിപ്രായം തേടണമെന്നും പാർട്ടി നിർദ്ദേശിക്കുന്നു. ഭരണത്തിലെത്തുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന തലത്തിൽ പ്രവർത്തിച്ച സംഘടനകളുടെ പങ്ക് ഉറപ്പാക്കണമെന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മന്ത്രിമാർ ഉപജാപക സംഘങ്ങളുടെ സ്വാധീനത്തിൽപ്പെടാതിരിക്കണമെന്നും അധികാരത്തിലെത്തിയാൽ തീരുമാനങ്ങൾ കൂടുതൽ ജനകീയമായിരിക്കണമെന്നും ലീഗ് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് ഒരു സൂചനയായി തന്നെയാണ്. യുഡിഎഫ് അധികാരത്തിലേക്ക് വരുമെന്ന ലീഗ് ആത്മവിശ്വാസത്തോടെ കരുതുന്നു എന്ന സൂചന. ഏകദേശം 10 വർഷത്തിനു ശേഷമാണ് ലീഗ് അടങ്ങിയ യുഡിഎഫ് വീണ്ടും അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടുതന്നെ മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭരണരീതിയിൽ കൂടുതൽ ക്രമബദ്ധത കൊണ്ടുവരാനാണ് ലീഗ് ശ്രമിക്കുന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ നിർദ്ദേശങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. പാർട്ടിയുടെ അടിത്തറയായ പോഷക സംഘടനകൾക്കും പ്രാദേശിക പ്രവർത്തകർക്കും ഭരണത്തിൽ പ്രതിനിധാനം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ലീഗ് നിലപാട്. തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ഇവരുടെ പ്രവർത്തനമാണ് നിർണായകമായതെന്നും അതിനാൽ ഭരണഘടനയിൽ അവരുടെ പങ്ക് അംഗീകരിക്കപ്പെടണമെന്നും നേതാക്കൾ പറയുന്നു. ഇതിനൊപ്പം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചർച്ചയായ മറ്റൊരു വിഷയവും വീണ്ടും ശ്രദ്ധയിൽപ്പെടുകയാണ്: ഉപമുഖ്യമന്ത്രി സ്ഥാനം. യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി പദവി ലീഗിന് നൽകണമെന്ന ആവശ്യം പാർട്ടിയുടെ ചില നേതാക്കൾ പരസ്യമായി ഉയർത്തിയിരുന്നു. കോൺഗ്രസുമായുള്ള ദീർഘകാല സഖ്യവും വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ലീഗിന്റെ ശക്തമായ സ്വാധീനവുമാണ് ഈ ആവശ്യത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. മുൻ എംഎൽഎ കെ.എൻ. ആഘാതരടക്കമുള്ള നേതാക്കൾ ഈ ആവശ്യം തുറന്നു പറഞ്ഞിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലും യുഡിഎഫിന്റെ വിജയസാധ്യതകളിലും ലീഗിന്റെ പങ്ക് നിർണായകമാണെന്നും അതിനാൽ അധികാര പങ്കാളിത്തത്തിൽ കൂടുതൽ അംഗീകാരം ലഭിക്കണമെന്നുമാണ് അവരുടെ വാദം. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി ഉന്നത നേതൃത്വം സൂക്ഷ്മമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് മുനവ്വർ അലി ശിഹാബ് ധങ്കൽ തുടങ്ങിയ നേതാക്കൾ ലീഗിന് അർഹമായ അംഗീകാരം ലഭിക്കണമെന്ന് വ്യക്തമാക്കിയെങ്കിലും നിലവിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെടില്ലെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അധികാര പദവികളെ ചുറ്റിയുള്ള പരസ്യ ചർച്ചകൾ മുന്നണിയുടെ ഐക്യത്തെ ബാധിക്കാമെന്നും അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകാമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഈ സമീപനം രാഷ്ട്രീയപരമായി സൂക്ഷ്മതയുള്ളതാണ്. കാരണം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അധികാര പങ്കാളിത്തത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഉയർന്നാൽ അത് പൊതുജനങ്ങളിൽ നെഗറ്റീവ് സന്ദേശം സൃഷ്ടിക്കാനിടയാകും. പ്രത്യേകിച്ചും തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയത്ത് പദവി വിഭജന ചർച്ചകൾ മുന്നണിയുടെ ഇമേജിനെ ബാധിക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതേസമയം എതിരാളികൾക്കിത് വിമർശനായുധമാകാനും സാധ്യതയുണ്ട്. അധികാരത്തിലെത്തുന്നതിനു മുമ്പ് തന്നെ സ്ഥാനവിതരണം ചർച്ച ചെയ്യുന്നത് ഭരണത്തേക്കാൾ അധികാരം ലക്ഷ്യമിടുന്ന മുന്നണിയായി യുഡിഎഫിനെ ചിത്രീകരിക്കാൻ സഹായിക്കുമെന്ന വിമർശനവും ഉയരുന്നു. എൽഡിഎഫ് ഇതിനകം തന്നെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ലീഗിന്റെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ നോക്കുമ്പോൾ ഭരണത്തിൽ കൂടുതൽ ക്രമവും പങ്കാളിത്തവും ഉറപ്പാക്കാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അടിസ്ഥാനതല പ്രവർത്തകരെ ഭരണത്തിൽ കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമം കൂടിയാണിതെന്ന് പാർട്ടി വാദിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധയും മെയ് 4 വോട്ടെണ്ണലിലേക്കാണ്. എല്ലാ മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ ഫലം പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ എത്രത്തോളം സങ്കീർണമാകാനിടയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അവസാനം ജനവിധിയാണ് എല്ലാം നിർണയിക്കുക. യുഡിഎഫ് അധികാരത്തിലെത്തുമോ, എൽഡിഎഫ് തുടരുമോ, അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ അട്ടിമറികൾ ഉണ്ടാകുമോ, എല്ലാത്തിനും ഉത്തരമൊരുക്കുന്നത് മെയ് 4 ആയിരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ഭരണരംഗത്തെ ചർച്ചകൾ തുടങ്ങിയത് കേരള രാഷ്ട്രീയത്തിന്റെ സജീവതയും മത്സരം എത്രത്തോളം കടുപ്പത്തിലാണെന്നും തെളിയിക്കുന്നു.